ഇമാം ബൂസൂരി തങ്ങൾ പാടുകയാണ്. അവിടെ നമുക്കറിയാം, അവിടെ ഖുലുഖുൻ, അതുപോലെ ഖൽഖ് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർക്കറിയാം, അവിടെ മുഹ്ബത്തായ ഒരു സ്ഥലത്ത് അവിടെ നക്കിറ വരുന്ന സമയത്ത് അവിടെ ഉമൂമില്ല, എല്ലാ വിഷയത്തിലും എന്ന് പറയാനില്ല. അവിടെ ചർച്ചകൾ ബാജൂരി ഇമാം റളിയല്ലാഹു അൻഹു ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അതിന് ഒരുപാട് മറുപടികൾ പറയുന്നു. അത് നമ്മൾ സങ്കല്പിക്കാം, അവിടെ ഉമൂമ് കിട്ടും, എല്ലാ വിഷയത്തിലും എന്ന് കിട്ടുമെന്ന് സങ്കല്പിക്കാം. എന്നാൽ തന്നെ ചില കാലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മറ്റു അമ്പിയാക്കൾ ഉയർന്നു എന്ന് കിട്ടൂലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മറ്റു അമ്പിയാക്കൾ ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഇസ്മാഈൽ നബി അലൈഹിസ്സലാം വരെ യഹ്യ നബി അലൈഹിസ്സലാം വരെയുള്ള എല്ലാ നബിമാരും നബി തങ്ങളെക്കാൾ മുകളിലെന്ന് പറയേണ്ടി വരുമോ എന്നുള്ള ചർച്ച വരാതിരിക്കാൻ വേണ്ടി തന്നെ കൂടി പറയുകയാണ്. ഏത് വിഷയത്തിലും അവിടത്തേക്കാൾ മുകളിലെന്ന് പറയുന്നത് പോകട്ടെ, അവിടത്തോട് അടുക്കുക പോലെ തന്നെ ചെയ്യില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ പാണ്ഡിത്യത്തിലോ അവിടുത്തെ ആദരവിലോ സൃഷ്ടിപ്പിലോ സ്വഭാവത്തിലോ അവിടുത്തെ ഭംഗിയിലോ ജലാലത്തിലോ ജമാലിയത്തിലോ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഒരിക്കലും അമ്പിയാക്കൾ മുന്നിൽ പോകൂല. അവിടത്തോട് അടുക്കാൻ പോലും കഴിയില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്വം അതാ അവരിൽ നിന്ന് പേരക്കുട്ടികളായ മക്കൾക്കും അല്ലാഹു നൽകിയിട്ടുണ്ട് കേട്ടോ. എത്ര പഠിച്ചാലും വലിയ ആലിമാകാൻ പറ്റും, ഒരിക്കലും സയ്യിദാകാൻ പറ്റൂലല്ലോ. ഏത് കോളേജിൽ പോയാലും സയ്യിദാകാൻ പറ്റൂല. തങ്ങളാകാൻ പറ്റുന്ന കോളേജുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും തങ്ങളാകാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഏത് കോഴ്സുകളും ഉണ്ട്, പക്ഷേ എല്ലാത്തിനും ഒരുപാട് ഏതൊരു വിഷയത്തിലും ഒരു ഒറിജിനൽ ഉണ്ടാകുമ്പോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും. അത് ഏത് വിഷയത്തിൽ അല്ലെ, എന്താകട്ടെ. പണ്ട് റേഡിയോ വന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും ഒന്നുമില്ല, ഏതെങ്കിലും ചില ആൾക്കാരെ കയ്യിലേ ഉള്ളൂ. കുറച്ച് കഴിയുന്ന സമയത്ത് എല്ലാവരും കെട്ടാൻ തുടങ്ങി. അപ്പൊ കുറെ ആൾ വിചാരിച്ചെന്ന് മുമ്പേ വില കുറഞ്ഞോ? അല്ല, ഈ വലിയ വിലയുള്ള റേഡോ അതിന് ഡുപ്ലി വന്നു, അല്ലെ, ജെറക്സ് വന്നു. അപ്പൊ അതുപോലെ എല്ലാ വിഷയത്തിനും നല്ല തനിനിറമുള്ള ഹഖീഖത്താകുന്നുണ്ടെങ്കിൽ അതിനൊരു ജെറക്സ്, അതുപോലെ അതിനൊരു ഡുപ്ലി വരും. നോക്കൂ, നിങ്ങൾ എവിടെ പോകുന്ന സമയത്തിലും വലിയ തലക്കെട്ട് ധരിച്ചും കൊണ്ട്, തലപ്പാവ് ധരിച്ചും കൊണ്ട് എന്തൊക്കെ പറയുന്ന തോന്നിവാസികൾ നമ്മുടെ മുന്നിലുണ്ട്, അല്ലേ? ഹഖീഖത്തായ ഇമാം മഹത്തുക്കൾ നമ്മോട് പറഞ്ഞാണ് എന്ത്? ആരെങ്കിലും ഒരാൾ വന്നുകൊണ്ട് നമ്മുടെ മുന്നിൽ പറയാം, എനിക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ഞാനും അല്ലാഹുവിനെ വന്നാണ്, നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലണമെന്ന് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് എന്ത് വിഷയം വരുമ്പോഴും ഒരു പകർപ്പതിലുണ്ട്. ഒരു ആലിം വലിയ പ്രൗഢിയിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു ജെറക്സ് വരും. എന്നിട്ട് അവിടെ നിന്ന് മഹാന്മാരെ ആക്രമിക്കുകയും മഹാന്മാരെ ചീത്ത പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ നാട്ടിലൊന്നുമില്ല, അതുകൊണ്ട് സൗഭാഗ്യമുള്ളവരാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അത് വലുതാണ് കേട്ടോ, അത് മഹത്വമുള്ളതാണ്. അവിടുത്തെ പേരക്കുട്ടികൾക്ക് വലിയ സ്ഥാനമല്ല നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, എല്ലാത്തിനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നാൽ, ഡ്യൂപ്ലിക്കേറ്റ് ആയി ഒന്ന് വന്നാൽ സുബ്ഹാനല്ലാഹ്
സയ്യിദും, ഞാൻ സയ്യിദാണെന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദല്ലാത്തവർ ഞാൻ സയ്യിദാണ് തങ്ങളാണെന്ന് പറയാനുള്ള അവകാശങ്ങളില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചോരയിൽ നിന്ന് വന്നവരാണ് തങ്ങന്മാർ, അവരാണ് സയ്യിദന്മാർ. അവരുടെ ആ മഹത്വം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളായ തങ്ങന്മാരിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട പാത്തൂർ തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാനവരുകൾ നമ്മുടെ നാട്ടിന് വലിയ വെളിച്ചമാണ്, വലിയ സൗന്ദര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മജ്‌ലിസിൽ നിന്നുകൊണ്ട് ഞാൻ ഇരിക്കുന്നവരാണ്. നമ്മുടെ ഈമാൻ വർദ്ധിച്ചില്ലെങ്കിൽ, ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞുവല്ലോ, ചിലത് ഒരുപാട് കാര്യങ്ങൾ തങ്ങൾ ഉസ്താദിന്റെ കാരണം കൊണ്ട് ശരിയായിട്ടുണ്ട്, ചിലത് ശരിയായിട്ട് ഇല്ലാതിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് തങ്ങളുടെ കുഴപ്പമല്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സയ്യിദുകളുടെ കുഴപ്പമല്ല, തങ്ങൾ ഉസ്താദിന്റെ കുഴപ്പമല്ല. പിന്നെ അവിടുന്ന് സന്ദർശിക്കുന്ന നമ്മുടെ ഈമാനിന്റെ പ്രശ്നമാണ്. അവിടെ നമ്മുടെ ആ ഈമാനിന് ചെറിയ വിള്ളലുകൾ വന്നാൽ, എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ, പിന്നെ എങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ തങ്ങളെ മേലെ കെട്ടിവെക്കാൻ കഴിയും? എന്റെ പ്രിയപ്പെട്ടവരെ, പലരും മനസ്സിലാക്കുന്നത്, ഇൻഷാ അല്ലാഹ് എനിക്കൊരു കാര്യം ശരിയാകണം, ശരിയാകുമെന്നുള്ളത് 50% ആണ്. ആകൂലാന്ന് 50-50ആയപ്പോ പിന്നെ എങ്ങനെ ശരിയാവാനാ? അല്ലെ? നമ്മളെങ്ങനെയാണ്? നമ്മുടെ വിശ്വാസം അങ്ങനെ. അതായത് ഒരു നേർച്ചയ്ക്ക് ഒരു ആട് കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നോക്കാം, ഒരു ഫുൾ ഈമാനോടുകൂടെ, ഫുൾ വിശ്വാസത്തോടുകൂടെ ഒരിക്കലും നമ്മൾ ചെയ്യൂല, അല്ലെ? ഈ അടുത്ത് ഹജ്ജിലേക്ക് പോയ ഒരു അമീർ എന്നുള്ള ചെറുപ്പക്കാരൻ നമ്മൾ കണ്ടു. അയാളുടെ വിശ്വാസം, അയാൾ പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോകുന്നു തന്നെ ചെയ്യും, അള്ളാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വിട്ടവർ തിരിച്ചു വന്നു. അയാളെ കയറ്റിക്കൊണ്ടുപോയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ, ഈമാൻ ശക്തിപ്പെട്ടില്ലെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോ അതിലും സംശയം, ഇതിലും സംശയം, എല്ലാത്തിലും സംശയം വെച്ചുകൊണ്ട് നാം ജീവിക്കുന്ന സമയമാണ്. അത് നടക്കോ ഉസ്താദേ എന്ന് പറയുന്നു. അതങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നടക്കുമോ എന്ന് ചോദിക്കുന്നതിന് പകരം അത് നടക്കുക തന്നെ വേണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മദീനയുടെ രാജകുമാരൻ, ഖൽബിന്റെ രാജാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു പറഞ്ഞാൽ, യാ റസൂലല്ലാഹി ളഖദ് ഹീലതി ഫസ്അലിർ റഹ്മാന യഖ്ദീ ഹാജതി. ഓ നബിയേ, എന്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയണം. എന്റെ ഓരോ വിഷയങ്ങളും ഇങ്ങനെ ചുരുങ്ങി വരികയാണ്, ഈമാൻ കുറഞ്ഞു വരികയാണ്. ഈമാൻ വർദ്ധിക്കണമല്ലോ. അതുകൊണ്ട് എന്റെ ഹീലത്തുകൾ, തന്ത്രങ്ങളൊക്കെ ചുരുങ്ങി വരുന്നു നബിയേ. അതുകൊണ്ട് അല്ലാഹുവിനോടൊന്ന് പറയണം, അല്ലാഹുവിനോട് തങ്ങളൊന്ന് ചോദിച്ച് എന്റെ ആവശ്യം നിറവേറ്റി തരണം ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മദീനത്തെ ആ രാജകുമാരനോട് പറഞ്ഞാൽ അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. അതുകൊണ്ട് വിശുദ്ധമായ ഹജ്ജ് മാസം, ഹജ്ജാദികൾക്ക് ഹജ്ജിന്റെ കർമ്മത്തിൽ ഒഴുകുന്ന സമയം, നമുക്കിവിടെ ഇതായിരുന്നുകൊണ്ട് അജ്മീർ ശൈഖ് തങ്ങളെ മജ്‌ലിസാണല്ലോ. അജ്മീർ ശൈഖ് തങ്ങളെ ബഹുമാനിക്കുന്ന മജ്‌ലിസാണ്, അവിടുത്തെ മദ്ഹ് പറയുന്ന മജ്‌ലിസാണ്, അവിടുത്തെ ദിക്റുകളൊക്കെ പറയുന്ന മജ്‌ലിസാണ്. ആ മജ്‌ലിസിൽ നിന്നുകൊണ്ട് നമുക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖൽബിലുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കി, ഖൽബിലുള്ള അരുതായ്മകളിൽ നിന്ന് നാമൊക്കെ വിട്ടു നിന്നുകൊണ്ട് അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങുമ്പോൾ അല്ലാഹു ജല്ല വഅലാ നമുക്കതാ ബറക്കത്ത്
ചൊരിഞ്ഞു തരുന്നു. വൽ ഫജ്രി വലയാലിൽ അശ്ർ, ഫജ്റിനെ തന്നെയാണ് സത്യം, വലയാലിൽ അശ്ർ അതിനോട് ബന്ധപ്പെട്ട ആ 10 രാത്രിയുണ്ടല്ലോ, വലിയ മഹത്വമുള്ള രാത്രിയാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ ചിന്തിക്കണം, നാം ഇവിടെ മനസ്സിലാക്കണം. അതാ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. അതാ പ്രിയപ്പെട്ടവരെ, റബ്ബ് നമ്മോട് ചോദിക്കുകയാണ്, നമ്മൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നൊരു സമയമാണ്. എന്തൊരു പ്രയാസങ്ങളാണ്, നമുക്ക് മംഗലാപുരത്ത് നടക്കാൻ പറ്റുന്നില്ല, വലിയ പ്രയാസമാണ് ഉസ്താദേ, വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഇന്ന് നടക്കുന്ന കൊലകളും അതുപോലെ അക്രമങ്ങളും ഇവിടെ നമ്മൾ പേടിച്ചു പോകുന്നു. നമ്മുടെ സുരക്ഷിതം നാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് സമൂഹത്തെ, അല്ലെങ്കിൽ ആദെന്ന് പറയുന്ന വലിയ കിങ്കരനെ അല്ലാഹു പാഠം പഠിപ്പിച്ച നിങ്ങൾ അറിയോ? ഇറമദാത്തിൽ ഇമാദ്, വലിയ പണങ്ങളുണ്ടായിരുന്നു, വലിയ എല്ലാം തികഞ്ഞ പ്രമാണികളായ ആദ് സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചത് എങ്ങനെയെന്ന് നിങ്ങളറിയോ? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, വേറെ എവിടെയും അന്നും ഇന്നും എന്നും അങ്ങനെയുള്ള ശക്തന്മാരെ അല്ലാഹു പഠിച്ചിട്ടില്ല. എന്താണ്? വലിയ തന്റെ ഇടം, വലിയ പണം, സൗകര്യങ്ങൾ എല്ലാം അല്ലാഹു നൽകി. മുൻഗാമികളുടെ ചരിത്രം പറയുമ്പോൾ കാണാം, വയൻഹിതൂനൽ ജിബാലി ബയൂതാ, പർവ്വതങ്ങൾ ഇങ്ങനെ തുരന്നുകൊണ്ട്. നമ്മൾ JCB ഇല്ലാതെ ഒന്നും നടക്കുന്നില്ല അല്ലെ? അതേ JCB കൊണ്ട് വലിയ പർവ്വതമൊന്ന് തുരക്കാൻ പറഞ്ഞാൽ കഴിയില്ല. പറ്റൂ? JCBന്റെ ആ കൊക്കിന് വലിയ പ്രയാസം വരും. അതിനെ പൊടിയാക്കണമെങ്കിൽ വേറൊരു കാര്യമാണോ അല്ലെ? JCB കൊണ്ട് മണ്ണ് കോരാൻ പറ്റുമെന്നല്ലാതെ വലിയ പർവ്വതങ്ങൾ തുരത്താൻ കഴിയില്ല. പക്ഷേ ഈ മുൻഗാമികളാ സമൂഹത്തിന്റെ വിശേഷണം പറയുന്നു, അവരുടെ ശക്തി അവരുടെ കൈകളെ കൊണ്ട് തുരന്നുകൊണ്ട് വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കും, വലിയ പർവ്വതങ്ങൾ ഉണ്ടാക്കും. അതുപോലെ അവർക്ക് പിന്നെ വീടുകൾ നിർമ്മിക്കും. അത്രക്കും മഹത്വമുള്ളവരാണ്, അത്രക്കും പ്രൗഢിയുള്ളവരാണ്, പ്രമാണികളാണ്. പ്രമാണികളായ അവർ, പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരൊന്നും വളച്ചിട്ടില്ല. അത്ര സൗകര്യം നൽകിയിട്ടുണ്ട്, അത്ര പണം നൽകിയിട്ടുണ്ട്, അത്ര എല്ലാ ശക്തിയും. അതുപോലെ അവരുടെ നീളങ്ങൾ പറയുന്നു 400 മീറ്റർ നീളം, 400 മുളം നീളമാണ് അവരുടെ നീളം. നിങ്ങൾ നോക്ക്, മനസ്സിലാക്കി. നമുക്ക് നമ്മളെക്കാളും കുറച്ച് നീളം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കും അല്ലേ? അവർ നോക്കുന്നത് ഇങ്ങനെ, ഇത്ര ഇതിന്റെ ഹൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണമെങ്കിൽ നോക്കേണ്ടി വരും. അപ്പൊ ഈ 400 മുളം ഉണ്ടെങ്കിൽ എങ്ങനെ നോക്കണം? അപ്പൊ എത്ര ശക്തരായിരിക്കും അവർ. അവരുടെ മുമ്പിൽ നമ്മൾ ഒന്നുമില്ല. ഒരു കല്ല് നമ്മൾ പറക്കും പോലെ ആയിരിക്കും നമ്മളെ അവസ്ഥ അല്ലെ? കല്ല് നമ്മൾ എങ്ങനെ എറിയുന്നോ ആ രൂപത്തിൽ നമ്മളെ പിടിച്ചങ്ങോട്ട് വരും. അത്രക്കും ശക്തം, അത്രക്കും കഴിവുള്ളവർ എല്ലാം ഉണ്ടായിട്ടും അവരെ അള്ള എന്ത് ചെയ്തു നിങ്ങൾ അറിയോ? ശരി, അപ്പൊ ചോദിക്കണം, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആ ആദ് സമൂഹത്തെ, അതുപോലെ ആദ് എന്ന് പറയുന്നവൻ, അവർക്ക് 2 മക്കളെ നൽകി. ഒന്ന് ഷദീദ് എന്നും ശദ്ദാദ് എന്നും 2 മക്കൾ. ആ ശദ്ദാദിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, ശദ്ദാദിന് അല്ലാഹു വലിയ പണങ്ങൾ നൽകി. അവന് കിതാബുകൾ, മുൻഗാമികളായ കിതാബുകളൊക്കെ ഓതുന്ന സമയത്ത് സ്വർഗത്തെ കുറിച്ച് അവിടെ നിന്ന് പരാമർശം ചെയ്യുന്നുണ്ട്. സ്വർഗം എന്താണ്? സ്വർഗം, ആ സ്വർഗം കാണുന്ന ആ സ്വർഗത്തിന്റെ വിശേഷണം പറയുമ്പോ ശദ്ദാദിനൊരു തോന്നൽ, എനിക്ക് വേണ്ടത്ര പണമുണ്ട്,
എനിക്ക് എത്ര വേണ്ടത്ര ആൾക്കാരുണ്ട്, എന്നെ സ്നേഹിക്കാൻ പല ആൾക്കാരുമുണ്ട്. സ്നേഹം പണമുള്ളത് കൊണ്ടാണ്, മനസ്സിലാക്കണം. ആ സ്നേഹം വന്നതിന്റെ പണമുള്ളത് കൊണ്ടാണ്. പണം ഇല്ലെങ്കിൽ തിരിഞ്ഞു നോക്കൂല. അവ പണമുള്ളത് കൊണ്ട്, പ്രൗഢിയുള്ളത് കൊണ്ട്, പ്രശസ്തി ഉള്ളത് കൊണ്ട് ആൾക്കാർ വലിയ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അവൻ പറയുകയാണ്, ശബ്ദാത് പറയുന്നു, ഓ യുവാക്കളെ, അനുയായികളെ, നമുക്ക് വലിയ സ്വർഗം പോലെയുള്ള വലിയ കൊട്ടാരം ഉണ്ടാക്കണം. കൊട്ടാരം എന്ന് പറഞ്ഞാൽ ചെറിയൊന്നുമല്ല. അതിന് 1000 വേറെ കൊട്ടാരങ്ങൾ. എത്ര ഉണ്ടായിരിക്കും? ഈ കൊട്ടാരം അതിന് വേറെ നല്ല ഉഷാറുള്ള 1000 കൊട്ടാരങ്ങൾ അതിന് വരണം. അപ്പൊ എന്തായിരിക്കും അത്? അല്ലെ, വലിയ സ്വർഗം തന്നെയാ. അങ്ങനെയുള്ള അതിന് ഓരോ കൊട്ടാരങ്ങൾക്ക് ഓരോ മന്ത്രിമാരെ തയ്യാറാക്കണം. അത്ര മന്ത്രിമാരല്ല കൊടുത്തിട്ടുണ്ട്, എല്ലാം അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നിട്ടോ അതിന്റെ എല്ലാ നാട്ടുകാരോട് പറയാണ്, എല്ലാ രാജ്യങ്ങളിൽ നിന്നും വിലപിടിപ്പുള്ള ഓരോ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ അവിടുന്ന് ഓരോ നാടുകളിൽ നിന്നും നല്ല മുത്തുകളും രത്നങ്ങളും അതുപോലെ വൈഡൂര്യങ്ങളും കൊണ്ടുവന്ന് അതിനെ വല്ലാതെ ആകർഷണീയമാക്കുക. അങ്ങനെയൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു. അതെങ്കാലും ഇവിടെ വന്നിരുന്നെങ്കിൽ അതിനെ കാണാൻ വേണ്ടി പല ജനങ്ങളും മനസ്സിലാക്കി പോകും, അതാണ് സ്വർഗം. അത്രക്കും സൗന്ദര്യമുള്ള ഒരു ബിൽഡിംഗ്, വലിയ കൊട്ടാരങ്ങളുള്ള സ്വർഗത്തിന്റെ പോലെ ഉണ്ടാക്കിയ ഒരു വിഷയം അവിടെ നിന്നുണ്ടായപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് അവരും അതുപോലെ പരിവാരങ്ങൾ വരുന്നു. 300 വർഷക്കാലം അതിന് വേണ്ടി അവർ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 300 കൊല്ലം, അല്ലെ, 300 കൊല്ലം അതിന്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി അവർ എടുത്തു. എന്നിട്ടോ അവസാനം അതിന്റെ ഉദ്ഘാടനത്തിന് വരുന്ന സമയത്ത് അവനും അവന്റെ പരിവാരങ്ങളും നശിഞ്ഞുപോയി. അത്രക്കും കഴിവുള്ള അല്ലാഹ് ചോദിക്കുകയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാറുള്ളത്, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോയി, ഇനി നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമോ? ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ? അല്ലാഹു ഖദാ ആക്കാത്തൊന്നും ഇവിടെ സംഭവിക്കൂല. അല്ലാഹുവിൽ ഫലമേൽപ്പിക്കുക. തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ആരംഭിക്കുക. പ്രിയപ്പെട്ടവരെ, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ സ്തുതി പറഞ്ഞ് എഴുന്നേൽക്കുന്ന നമ്മളൊക്കെ അല്ലാഹുവിനോട് തവക്കൽ കൊണ്ട് ജീവിക്കുകയാ. അല്ലാഹുവിന്റെ തവക്കൽ കൊണ്ട് ജീവിക്കുന്ന നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അല്ലാഹു കാവൽ നൽകുകയാണ്. നമുക്കിവിടെ പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, അമ്പിയാക്കളുടെ കാവല്, അതുപോലെ ബദരീങ്ങളെ കാവല്, ഔലിയാക്കളെ കാവലാണ് കേട്ടോ. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമാകുന്ന ഇന്ത്യയിലെ രാജാവ് സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങളവരുകള്, ആ മഹാനവരുകളെ ഇവിടെ സ്മരിക്കുകയാണ്. എല്ലാ മാസത്തിലും അജ്മീർ തങ്ങളുടെ പേരിൽ ഇവിടെ സ്മരണ നടത്തുകയാണല്ലോ. അത് വലിയ ഭാഗ്യമാണ് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നേതൃത്വം നൽകാൻ വേണ്ടി മഹാനായ അജ്മീർ ശൈഖ് തങ്ങളെ ഇവിടത്തേക്ക് അയക്കുകയാണ്. അതുകൊണ്ട് ഏത് ഭരണാധികാരി ഇവിടെ വന്നാലും അജ്മീർ ശൈഖ് തങ്ങളെ കാണാതെ അവിടത്തേക്ക് പോകാതെ ഒരാൾക്കും ഒരു അധികാരവും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ,
നമുക്കൊക്കെ വലിയ ആശ്രയ കേന്ദ്രമാണ്, അഭയ കേന്ദ്രമാണ് അജ്മീർ ശൈഖ് തങ്ങൾ. ആ തങ്ങളുടെ മഹത്വം ഇവിടെ പാടുകയാണ്, തവസ്സുലോതുകയാണ്. അവരെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കുമാരാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, അറഫ ദിവസം നമ്മളിലേക്ക് കടന്നു വരുന്നു. അത് വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. ഹജ്ജുൽ അക്ബർ എന്ന് പറയാറുണ്ടല്ലോ, വലിയ പ്രൗഢിയുള്ള മഹത്വമുള്ള അറഫ രാത്രി, അത് വെള്ളിയാഴ്ച രാത്രിയാണ്. നമുക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ വെള്ളിയാഴ്ചയുടെ മഹത്വം, വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം, ആ മഹത്വം അതുപോലെ അറഫയുടെ രാത്രിയുടെ മഹത്വം കൂടി ചേർന്നപ്പോൾ വലിയ സന്തോഷമാണല്ലോ. ആ രാത്രി നമ്മളിലേക്ക് കടന്നു വരുമ്പോ നമുക്കൊക്കെ അല്ലാഹുവിലേക്ക് മുന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യാൻ നാം മുന്നിലുണ്ടാകണം. അതുകൊണ്ട് അറഫാ ദിവസത്തിന്റെ നോമ്പിനും പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ദിവസത്തിൽ അറഫാ ദിവസത്തിൽ നോമ്പ് നോക്കിയാൽ വരുന്ന ഒരു കാലത്തെ, ഒരു വർഷത്തെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുമെന്ന് പറയുമ്പോൾ അതിന് മഹാന്മാര് മുഹദ്ദിസീങ്ങൾ പറഞ്ഞൊരു വ്യാഖ്യാനമുണ്ട്. അറഫ ദിവസത്തിന്റെ നോമ്പ് നോക്കിയാൽ അടുത്ത അറഫ വരെ അവൻ ജീവിച്ചിട്ടുണ്ടാകുമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടല്ലേ ഒരു വർഷം അവനിക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അറഫ ദിവസത്തിന്റെ ആ നോമ്പ് നാം ഒക്കെ നോക്കുക. അതുപോലെ പെരുന്നാളിന്റെ ദിവസം വലിയ മഹത്വമുള്ള ആ ഉദ്ഹിയ്യത്ത് കർമ്മം കഴിയുന്നവരൊക്കെ ചെയ്യുക. വലിയ പ്രതിഫലമുള്ളതാണല്ലോ. അത് കഴിയുന്നവർ കഴിയുന്ന രൂപത്തിൽ ചെയ്യണം. അതുകൊണ്ട് പെരുന്നാളിന്റെ ദിവസത്തിൽ നമുക്ക് വലിയ സൗഭാഗ്യം, അതുപോലെ എല്ലാ വീടാന്തരങ്ങൾ കയറിക്കൊണ്ട് നമ്മളതാ എല്ലാ ജനങ്ങളോടും സംസാരിക്കുന്നതോടുകൂടെ നമ്മുടെ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ എന്തെങ്കിലും ചെറിയ വൈമനസ്സുണ്ടെങ്കിൽ അവരോടൊക്കെ പോയി സംസാരിച്ച് സന്തോഷത്തോടുകൂടെ പിരിയാൻ നാം തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യവും സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് പാത്തൂർ തങ്ങൾ വർഗ്ഗം നമുക്കറിയാം, വലിയ മഹത്വമുള്ള, എത്ര വലിയ ആളാണെങ്കിലും അവിടുത്തെ സ്വഭാവം നല്ല സ്വഭാവം. ആരെ കണ്ടാലും പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുന്ന ഒരു സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പോലെ നമുക്കൊക്കെ നീ ആഫിയത്തോടുകൂടെ ഹിമ്മത്തോടുകൂടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മാസത്തിൽ ധാരാളം ആൾക്കാർ നമ്മളൊന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഫാറൂഖ് തങ്ങളടക്കം, അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയതിനാണ്. അതുപോലെ എന്റെ രണ്ട് ജ്യേഷ്ഠന്മാരും മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി തങ്ങൾ ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.